അതൊരു ആത്മീയതയുള്ള കുടുംബമായിരുന്നു. ദൈവത്തോട് ഭയവും ഭക്തിയും ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെയും അവന്റെ പ്രമാണങ്ങളെയും അനുസരിച്ച കുടുംബമായിരുന്നു. അവർക്കൊരു പെൺകുട്ടിയുണ്ട്. ചെറുപ്പകാലം മുതൽ ആ പെൺകുട്ടിയെ നല്ല ആത്മീയതയിലാണ് വളർത്തിയത്. ദൈവത്തോട് ഭയഭക്തിയുള്ളവളായിട്ടാണ് വളർത്തിയത്. ആ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടി എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും മാതാപിതാക്കളെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ കുടുംബം മുൻപോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംഭവമുണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ പെൺകുട്ടിയെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ ഇടയായി. ആ മാതാപിതാക്കൾ തകർന്നുപോയി. ആരാണ് പിടിച്ചുകൊണ്ടുപോയത്? എവിടേക്ക് പിടിച്ചുകൊണ്ടുപോയി? എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ മാതാപിതാക്കൾ ആകുലരായിരിക്കുന്നു. ആ ചെറിയ പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയതായ സമയത്ത് അവൾക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തന്നെ തട്ടിക്കൊണ്ടുപോകുന്നത്. അവളും തകർന്നുപോയി. ഇവർ ആരാണ്? എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? എന്തിനാണ് കൊണ്ടുപോകുന്നത്? എന്തിനെന്നെ കെട്ടിയിട്ടിരിക്കുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉയർന്നു വന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ദേവദാസ, എന്റെ മകനെ പിശാച് ബന്ധിച്ചിരിക്കുന്നു. എന്റെ മകളെ പിശാച് ബന്ധിച്ചിരിക്കുന്നു. എന്റെ ഭർത്താവിനെ പിശാച് ബന്ധിച്ചിരിക്കുകയാണ്. എവിടേക്കൊക്കെയോ കൊണ്ടുപോകുന്നു. എന്തെല്ലാമോ കുടിപ്പിക്കുന്നു. എന്തെല്ലാമോ ചെയ്യിപ്പിക്കുന്നു. എന്റെ മകനെയും എന്റെ ഭർത്താവിനെയും പിശാച് എവിടേക്കെല്ലാമോ കൊണ്ടുപോകുന്നു. എവിടേക്കെല്ലാമോ നടത്തുന്നു. ആരോടൊക്കെയോ കൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. എന്റെ മകനെ പിശാച് എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നതായ ആളുകൾ പലരും നമ്മുടെ മധ്യയിലുണ്ടായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീയരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ മക്കളോട് തീർച്ചയായും കരുണ കാണിക്കും. അവരെ സംരക്ഷിക്കും, അവരെ രക്ഷിക്കും. അതുകൊണ്ട് ഭാരപ്പെടരുത് എന്ന് പറയട്ടെ. ഇന്ന് അനേകം ആളുകൾക്കുള്ളതായ പ്രശ്നം ഇതാണ്. എന്റെ ഭർത്താവിനെ ഭൂതം ബാധിച്ചിരിക്കുന്നു. എന്റെ ഭാര്യയെ ഭൂതം ബാധിച്ചിരിക്കുന്നു. എന്റെ മകനെ പിശാച് ബാധിച്ചിരിക്കുന്നു. ആരോടൊപ്പമോ ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകുന്നു. ദുർനടപ്പിൽ ജീവിക്കുന്നു. അനുസരണമില്ലാതെ അവൻ ജീവിക്കുന്നു. എന്റെ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബത്തിലെ സ്വസ്ഥത കെടുത്തിയിരിക്കുന്നു. സന്തോഷത്തെ കെടുത്തിയിരിക്കുന്നു. മക്കൾ ജനിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ചതായ ആളുകളാണ്. എന്നാൽ ഇന്ന് മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ കണ്ണുനീർ കുടിക്കുകയാണ്. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. വിവാഹം നടന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഇന്ന് ഞാൻ കരയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് എന്നെ നടത്തുവാനിടയായത്? വിവാഹം കഴിഞ്ഞ അന്നു മുതൽ എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായിരിക്കുന്നു. മക്കൾ ജനിച്ചു. എന്നാൽ മക്കൾ വളർന്നതിന് ശേഷം അനുസരണമില്ലാത്തവരായി ഇഷ്ടമുള്ളതുപോലെ പിശാചിന്റെ കയ്യിൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ദിനംതോറും എന്റെ മക്കൾ എന്നെ വിട്ട് അകന്നുപോകുന്നു. ദിനംതോറും എന്റെ ഭാര്യയും എന്റെ ഭർത്താവും എന്നെ വിട്ട് അകന്നുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകുലപ്പെടുന്ന അനേകം ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. മനസ്സിൽ നിരാശ അനുഭവിക്കുന്ന അനേകർ ഉണ്ട്. അന്ന് ആ ഭവനത്തിൽ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം എന്തെന്നറിയാമോ? അവർ ഒരുപാട് സ്നേഹിച്ച ആ പെൺകുട്ടി അവരെ വിട്ട് അകന്നുപോയി. ഒരുപാട് സ്നേഹിച്ചതായ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ വിട്ട് അകന്നിരിക്കുന്നു. എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. ഈ കാലത്തുണ്ടായിരിക്കുന്നതായ പോലീസ് സ്റ്റേഷനുകളും ഈ കാലത്ത് ഉണ്ടായിരിക്കുന്നതായ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊന്നും ആ കാലത്ത് ഇല്ലായിരുന്നു. ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയവർ ഒരു വീട്ടിൽ അവളെ കൊണ്ട് ബന്ധിച്ചിട്ടു. കുറേ കാലത്തിന് ശേഷം ഇവളെ ഇങ്ങനെ കെട്ടിയിട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം? വീട്ടിലെ പണികൾ ചെയ്യിച്ചാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് പതിയെ ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യിക്കുവാനായിട്ട് തുടങ്ങി. പെൺകുട്ടിക്കൊന്നും മനസ്സിലായില്ല. അവൾ വീട്ടുവേലയൊന്നും ചെയ്തിട്ടേയില്ല. എന്തുകൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്യിക്കുന്നുവെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇവർ ആരാണ്? എന്നെ കൊണ്ടുവന്ന ഇവർ ആരാണ്? ഇങ്ങനെ മനസ്സിലാ പെൺകുട്ടി ഒരുപാട് ചിന്തിച്ചിട്ടുമൊന്നും മനസ്സിലായില്ല. എന്നാൽ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ തന്നെ പിടിച്ചുകൊണ്ടുവന്നതായ വ്യക്തികളിൽ പ്രായമുള്ളതായ ഒരു വ്യക്തി ആ രാജ്യത്തിൽ തന്നെ ഉന്നതമായ അധികാരികളിൽ പെട്ടതായ ഒരു വ്യക്തിയാകുന്നുവെന്ന്. ഇവരെ ഇവിടെ ബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് ഒട്ടും അറിവില്ല. ആ പെൺകുട്ടി ആ സമയത്ത് രഹസ്യമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, ഇവരെന്നെ തട്ടിക്കൊണ്ട് ഇവിടെ രഹസ്യമായി വച്ചിരിക്കുന്നു. ഇപ്പോൾ വീട്ടുവേല ചെയ്യിക്കുകയാണ്. ഇവർ ആരാണ്? എന്തുകൊണ്ടെന്നെ ഇവിടെ കൊണ്ടുവന്നു? ഇവരെന്നെ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ പെൺകുട്ടി പ്രാർത്ഥിച്ചിരിക്കാം. കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണോ ഇല്ലെന്നാണോ? നിശ്ചയമായിട്ടും ദൈവം കേൾക്കും. ആ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ ദൈവത്തിൽ ഭയഭക്തിയുള്ളവളായി വളർത്തിയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചിരിക്കാം, കർത്താവേ, ഈ കഷ്ടതയിൽ നിന്ന് എന്നെ നീ എങ്ങനെയാണ് വിടുവിക്കുന്നത്?
ഈ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ നീ എങ്ങനെയാണ് രക്ഷിക്കാനായിട്ട് പോകുന്നത്? എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ഈ കഷ്ടത അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലം ഇത് അനുഭവിക്കണം? എത്ര കാലം ഈ ദുഃഖം അനുഭവിക്കണം? ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? മാതാപിതാക്കളെ വിട്ട് അകന്നിട്ട് ഒറ്റപ്പെട്ടു പോയതായ ആളുകൾ. എൻ്റെ സ്വന്തക്കാരെ വിട്ട് ഞാൻ അകന്നിരിക്കുന്നു, ഒറ്റപ്പെട്ട് പോയിരിക്കുന്നു. എത്ര നാൾ ഈ ഏകാന്തത അനുഭവിക്കും? എത്ര കാലം ഈ തള്ളപ്പെടൽ, എത്ര കാലം ഈ ഒറ്റപ്പെടൽ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി ദുഃഖിക്കുന്നവർ ഉണ്ടോ? ഇങ്ങനെ ഏകാന്തതയെ സഹിக்க കഴിയാതെ ദുഃഖിക്കുന്ന ആളുകൾ നിശ്ചയമായും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ആ ചെറിയ ബാലിക, ആ കൊച്ചുകുട്ടി അതാണ് ചെയ്തത്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ കോപം പ്രകടിപ്പിക്കുകയോ അതുപോലെ അവളുടെ ഉള്ളിലുള്ളതായ ദുഃഖത്തെ പ്രകടിപ്പിക്കുകയോ ഒന്നും തന്നെ അവൾ ചെയ്യുകയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ മുമ്പിൽ തന്റെ ദുഃഖം പങ്കുവച്ചാൽ ആർ ആശ്വസിപ്പിക്കും, ആർ സഹായിക്കും? അതുകൊണ്ട് അവൾ മനുഷ്യരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം ആരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ദൈവത്തോട് സങ്കടങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. ഇന്ന് പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഷ്ടതകളുണ്ടെങ്കിലും മറ്റുള്ള ആളുകളോട് പങ്കുവയ്ക്കുന്നതായ സമയത്ത് അവർ കേൾക്കും, ചെറിയൊരാശ്വാസം നിനക്ക് ലഭിക്കും. എന്നാൽ കേൾക്കുമെന്നല്ലാതെ അതിനുള്ള പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് കഴിയുകയില്ല. ആ ചെറിയ പെൺകുട്ടി എന്തു ചെയ്യുമെന്ന് അറിയാമായിരുന്നോ? അവൾ ദൈവത്തോട് പറയുമായിരുന്നു. തന്റെ വിഷമമെല്ലാം പങ്കുവയ്ക്കുമായിരുന്നു, സങ്കടമെല്ലാം പറയുമായിരുന്നു. ദൈവത്തോട് അവൾ പങ്കുവയ്ക്കുമായതുകൊണ്ട് പിന്നീട് അവൾ ഒരിക്കലും കണ്ണുനീരോടെ ഇരിക്കുന്നത് കാണുകയില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി തനിക്ക് ലഭിച്ചതായ ജോലികൾ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഏത് പണി കൊടുത്താലും ശരി, അത് പിറുപിറുക്കുകയോ കോപിക്കുകയോ ഒന്നും ചെയ്യാതെ, അത് തന്റെ ജോലി അല്ല എങ്കിലും ഇതുവരെ താൻ ചെയ്യാത്തതായ ജോലിയാണെങ്കിലും ആ ജോലി തന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അനുസരണത്തോടെ അതെല്ലാം ചെയ്യുമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ നന്നായിട്ട് പഠിച്ച വ്യക്തികളാകാം. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ജോലി ഒരു നിസ്സാര ജോലിയാകാം. അങ്ങനെയുള്ളൊരു ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരിക്കാം. കാരണം സാഹചര്യങ്ങൾ മോശമാകൊണ്ട് നിങ്ങളത് ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങളിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും കഴിയില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും ചെറിയൊരു ജോലിയായിരിക്കും ചെയ്യുന്നത്. ദയവിച്ചത് കേൾക്കൂ. ദൈവം തന്നിരിക്കുന്നത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ ചെറിയ ജോലി നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക, നീതിയോടെ ചെയ്യുക, സത്യസന്ധതയോടെ ചെയ്യുക. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, കേൾക്കുക, ചെറിയ ജോലിയാണെങ്കിൽ പോലും നീ സത്യസന്ധതയോടെ ചെയ്താൽ ദൈവം എന്തു ചെയ്യുമെന്നറിയാമോ? വലിയ വലിയ ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കുമെന്നുള്ളതായ സത്യം മറക്കരുത്. ഈ പണി ഞാൻ എന്തിനു ചെയ്യണം? എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞാനിതിന് വാച്ച്മാൻ്റെ പണി ചെയ്യണം. സാധാരണ ജോലി ഞാൻ എന്തിനു ചെയ്യണം? ഓഫീസ് ജോലി ഞാൻ എന്തിനു ചെയ്യണം? ഹോട്ടലിലെ പണി ഞാൻ എന്തിനു ചെയ്യണം? എൻ്റെ കുടുംബം ഏതാണ്? ഞാൻ എവിടെയാണ് ജനിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇന്ന് നിന്റെ വയറ് നിറയ്ക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. നിനക്ക് ലഭിച്ചതായ ജോലികൾ വളരെ വിശ്വസ്തയോടുകൂടി തന്നെ നീ ചെയ്യുക. നിനക്ക് ലഭിച്ചതായ ജോലികൾ മടികൂടാതെ സത്യസന്ധതയോടുകൂടെ ചെയ്യാൻ നോക്കുക. നിശ്ചയമായിട്ടും ദൈവം നീ ചെയ്യുന്നതായ ആ ജോലിയെ കാണും. നിന്റെ സത്യസന്ധതയെ അവൻ കാണും. ആ പെൺകുട്ടി നന്നായി പഠിച്ചവളാണ്. എന്നാൽ അവൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവളുടെ അരികിലേക്ക് വന്നിട്ട് ആ ഹോട്ടലിൽ കയറിയിരുന്നു. സാധാരണ ഭിക്ഷക്കാരെ ഹോട്ടലിൽ കയറ്റി ഇരുത്തുകയില്ലായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി വിചാരിച്ചു, വിശന്നു വന്ന മനുഷ്യനല്ലേ, ആരാണെങ്കിലും നമ്മുടെ കസ്റ്റമറാണല്ലോ, അതുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ട മാനേജറിന് കോപമുണ്ടായി. ഭിക്ഷക്കാരനോട് സംസാരിക്കുന്നു, അയാളെ പുറത്താക്കുക എന്ന് പറഞ്ഞു. ഭിക്ഷക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്താക്കണമോ? അയാൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്, ഹോട്ടലിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടതല്ലേ? അയാൾ എന്തിനകത്ത് കയറ്റി? അയാൾ ആഹാരത്തിന് കാശ് തരുമോ? നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാനാണ് അയാൾ വന്നിരിക്കുന്നത്. അയാൾ ഭക്ഷിച്ചിട്ട് പണം തരികയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഭിക്ഷക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചു. സാർ, ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? അയാൾ എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ എന്നിട്ട് അയാൾ ബില്ലടയ്ക്കാതെ പോവുകയാണെങ്കിൽ നീ തന്നെ ബില്ലടയ്ക്കേണ്ടി വരും, മനസ്സിലായോ? ശരി സാർ. എന്നാൽ നമ്മുടെ യജമാനൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഹോട്ടലിലേക്ക് ആര് വന്നാലും ശരി, അവരോട് സ്നേഹത്തോടെ പെരുമാറണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരുടെ സ്നേഹത്തോടെ സംസാരിക്കണം, അവർക്ക് ആഹാരമൊക്കെ സെർവ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കഠിനമായി പ്രവർത്തിച്ചാൽ പിന്നെ എന്താകും? ഞാൻ പറഞ്ഞതനുസരിക്കൂ എന്ന് പറഞ്ഞു. ആ ഭിക്ഷക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അങ്ങേക്കിപ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടത്? അയാൾ പറഞ്ഞു, എനിക്ക് ഒരു പ്ലേറ്റ് ഇഡ്ഡലി വേണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ദോശയുണ്ട്, എനിക്കൊരു മസാല ദോശയും വേണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇവിടെ ഉഴുന്നുവടയും ഉണ്ട്. ശരി, 3 പ്ലേറ്റുകൾ കൊണ്ടുവരൂ. ആ പെൺകുട്ടി അപ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആ ആഹാരങ്ങൾ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഇഡ്ഡലി കൊണ്ടുവന്നു, ഉഴുന്നുവട കൊണ്ടുവന്നു, അതുപോലെ തന്നെ മസാല ദോശയും കൊണ്ടുവന്നു. ചമ്മന്തി കഴിഞ്ഞു പോയപ്പോൾ വീണ്ടും
ചെന്നിട്ട് ചമ്മന്തി എടുത്തുകൊണ്ടുവന്ന് ഏതാണ് രുചികരമായത് എന്ന് ചോദിച്ച് ആഹാരം വിളമ്പിക്കൊടുക്കുകയും ചെയ്യുവാൻ ഇടയായി. അവിടെ നിന്നുകൊണ്ട് അയാൾക്കാവശ്യമുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. ഈ സമയത്ത് വേറെ ആളുകൾ വന്നു. ആ സമയം അവർക്കാവശ്യമുള്ള ആഹാരമൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഈ ഭിക്ഷക്കാരൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ബില്ലടയ്ക്കാതെ എഴുന്നേറ്റ് പോയി. അവൾ പെട്ടെന്ന് ഓടി വന്ന് ആ സീറ്റിൽ നോക്കുമ്പോൾ അയാൾ അവിടെ ഇല്ല. ഈ സമയത്ത് മാനേജർ ഇതെല്ലാം ശ്രദ്ധിച്ചു. അവളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, അയാളൊരു ഭിക്ഷക്കാരനാണ്. അങ്ങനെയുള്ള ഒരാളെ അകത്ത് കയറ്റിയത് തന്നെ തെറ്റാണ്. അതുമാത്രമല്ല, അയാൾക്ക് ആവശ്യമുള്ളതായ ആഹാരങ്ങൾ ചോദിച്ച് നീ എല്ലാം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മാനേജർ കേൾക്കാൻ പറയുന്നത്, അയാൾ കഴിച്ചതിൻ്റെ എല്ലാം ബിൽ ഇപ്പോൾ നീ തന്നെ അടയ്ക്കണം. ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്തു ചെയ്യണമെന്നറിയാതെ നിശബ്ദയായി അവൾ പോയി ആ പ്ലേറ്റുകളെല്ലാം എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു സ്ലിപ്പ് കണ്ടു. എന്താണെന്നറിയാമോ? മകളെ, ഞാൻ ഈ ഹോട്ടലിൻ്റെ യജമാനനാണ്. ഞാൻ വേഷം മാറി വന്നതാണ്. നീ ഹോട്ടൽ സെർവറായിട്ട് നന്നായിട്ട് ജോലി ചെയ്തു. ഇന്നു മുതൽ നീ ഹോട്ടലിൻ്റെ മാനേജരാണ്. ആ മാനേജരെ ഞാൻ മാറ്റുകയാണ്. പ്രിയ സഹോദര, സഹോദരി, നിനക്ക് ലഭിച്ചതായ ജോലി ഏതാണെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യണമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഇന്ന് നീ എത്ര ചെറിയ ജോലി ചെയ്യുന്നവളാണെങ്കിലും ആ ചെറിയ ജോലി നീ വിശ്വസ്തയോടെ ചെയ്യുക. മടികൂടാതെ അത് ചെയ്യുക. ദൈവം അത് കാണുന്നുണ്ട്. ഒരു ദിവസം ദൈവം കടന്നുവന്ന് നീ ചെയ്യുന്നതായ ജോലിയെ പരിശോധിക്കും എന്ന ഒരു വിശ്വാസത്തോടെ, ഞാൻ ചെയ്യുന്നതായ ജോലി കണ്ടുകൊണ്ട് ദൈവം എന്നെ ഉയർത്തും, എന്നെ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തോടെ നിന്റെ ജോലി നീ വിശ്വസ്തയോടെ ചെയ്യുക. ആ ചെറിയ പെൺകുട്ടി കഷ്ടതയുടെ നടുവിലും ഏകാന്തതയുടെ നടുവിലും, എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ അടിമവേല ഞാൻ ചെയ്യുന്നത്, ഇതവൾക്ക് മനസ്സിലായില്ല എങ്കിലും അവൾക്ക് ലഭിച്ചതായ ജോലി മടികൂടാതെ ചെയ്യാനിടയായി. ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടി നിശബ്ദതയോടെ അവളെ ഏൽപ്പിച്ചതായ ജോലികളെല്ലാം നന്നായി ചെയ്തു പോന്നു. വൈകുന്നേരമാകുമ്പോൾ ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സമയത്ത് ആ അധികാരിയായ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വളരെ അസ്വസ്ഥനായത്, താൻ കോപിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നതൊക്കെ ഇവൾ കണ്ടു. ആ സമയത്ത് അയാളുടെ ഭാര്യ ഓടിച്ചെല്ലുമായിരുന്നു. ചെന്നതിന് ശേഷം അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇവരുടെ മധ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായി വളരെ രഹസ്യമായിട്ട് ആ പെൺകുട്ടി നോക്കുമായിരുന്നു. മാരകമായൊരു രോഗം ബാധിച്ച് ആ അധികാരി അസ്വസ്ഥനാവുകയായിരുന്നു. അയാളുടെ ഭാര്യ അയാൾക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്തതിന് ശേഷം കണ്ണു തുടച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൾ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ യജമാനന് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? മറ്റൊന്നുമല്ല, യജമാനന് കുഷ്ഠരോഗമാണ്. എന്താണ് യജമാനത്തി? അതെ, കുഷ്ഠരോഗം. അമ്മേ, കുഷ്ഠരോഗമുള്ള ആളുകൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയില്ലല്ലോ. കുഷ്ഠരോഗമുള്ള ആളുകളെ സമൂഹത്തിൽ നിൽക്കാൻ അനുവദിക്കില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുവാൻ അനുവദിക്കുന്നത്? ഒന്നുമില്ല, ആരും അറിയാതെ ഞങ്ങളിത് മറച്ചുവെച്ചിരിക്കുന്നു. എനിക്കറിയാം, ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഒരു കുഷ്ഠരോഗിയാണെന്ന് എല്ലാവരും അറിയും. കുഷ്ഠരോഗമെന്ന വിവരം അറിയുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടകന്നു പോകേണ്ടതായിട്ട് വരും. വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും, സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടും. എല്ലാവരെയും വിട്ടകന്ന് ജീവിക്കുന്ന ആ ദുസ്ഥിതി വരാനിടയാകും. എന്നാൽ എന്തു ചെയ്യാൻ കഴിയും? എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ടെന്നാൽ ഈ കുഷ്ഠരോഗത്തിന് ഇന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാര്യ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുവാനിടയായി. ഈ ബാലിക അകത്തെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ വലിയ അധികാരി അവിടെ ഇരുന്ന് കരയുകയാണ്. അധികാരിയുടെ ഭാര്യ അടുക്കളയിൽ പോയി അവളും കരയുകയാണ്. ഈ ബാലിക രണ്ടുപേരെയും കണ്ടു. ആ അധികാരി ആരാണെന്നറിയാമോ? എട്ടും പൊട്ടും തിരിയാത്തതായ ഈ ചെറിയ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കിഡ്നാപ്പ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വേലക്കാരിയാക്കിയിരിക്കുന്നു. ഒരു അടിമപ്പെണ്ണായി അവളെ മാറ്റിയിരിക്കുന്നു. ആ പെൺകുട്ടി ഒരു മൂലയിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു, യഹോവയായ എൻ്റെ ദൈവമേ, ആ അധികാരി എന്നെ കിഡ്നാപ്പ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ അടിമയാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താമസിയാതെ ഈ അധികാരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനിടയാകും. അയാളുടെ ജോലിയും നഷ്ടമാകും. പട്ടണത്തിൽ നിന്ന്, ജനങ്ങളുടെ മധ്യയിൽ നിന്ന് അയാളെ പാളയത്തിൻ്റെ പുറത്തേക്ക് ഓടിക്കാനിടയാകും.
കർത്താവേ, ഈ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ. അത് കേട്ട് കർത്താവ് ആ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കാം, എൻ്റെ മകളെ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് ഞാൻ നന്മയ്ക്കാക്കി മാറ്റും. ഞാൻ നിനക്ക് അനീതി ചെയ്യുകയില്ല. നിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്തത്, മാതാപിതാക്കളെ വിട്ടകലാൻ ഇടയായത്, ദൈവം എനിക്ക് ദോഷം ചെയ്തുവോ എന്ന് വിചാരിച്ചില്ലേ മകളെ? അതേ ദൈവമേ, അവർ നിന്നെ തട്ടിക്കൊണ്ട് അടിമയാക്കിയതല്ല, ഞാൻ തന്നെ നിന്റെ ജീവിതത്തിൽ ഇതിനെ അനുവദിച്ചതാണ്. ഈ ഭവനത്തിൽ നീ ശ്രേഷ്ഠമായ ചിലത് ചെയ്യണം. ഈ ഭവനത്തിൽ നീ വലിയ ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ട്. കർത്താവെ, ഈ ഭവനത്തിൽ എനിക്ക് എന്ത് ശുശ്രൂഷയാണ് ചെയ്യുവാനായുള്ളത്? ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടതിനു വേണ്ടിയാണ് ഇസ്രായേൽ രാജ്യത്തിൽ നിന്നും നിന്നെ ആരാം രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്കറിയാവുന്ന സത്യത്തെ, നിനക്ക് അറിയാവുന്നവനായ ദൈവത്തെക്കുറിച്ച് മൗനമായിരിക്കാതെ നീ ധൈര്യത്തോടെ പറയണം, കർത്താവേ, ഇവർ അരാമ്യർ അല്ലേ? യഹോവയെ എതിർക്കുന്നവരല്ലേ? യഹോവയായ ദൈവത്തെ ഇഷ്ടപ്പെടാത്തവരല്ലേ? ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് ഇവരോട് പറഞ്ഞാൽ ഇവർ എന്നെ കൊന്നുകളയുകയില്ലേ? മകളേ, നിന്നെ അയാൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഭയപ്പെട്ട് നിനക്കറിയാവുന്നതായ സത്യത്തെ മറച്ചുവെക്കുകയാണെങ്കിൽ അയാൾ കൊല്ലപ്പെടും. അയാളെ ദേശത്തു നിന്നും സമൂഹത്തിൽ നിന്നും ആളുകൾ പുറത്താക്കും. കുഷ്ഠരോഗിയായിട്ട് ശരീരമൊക്കെ അഴുകി ഏകാന്തതയിൽ ആ താഴ്വരയിൽ കിടന്ന് അയാൾ മരിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ അയാളെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സത്യത്തെ നീ മറച്ചുവെക്കാതെ ധൈര്യത്തോടെ പറയുക. ശരി ദൈവമേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് നിന്ന യജമാനത്തിയുടെ അടുക്കൽ ചെന്നിട്ട്, യജമാനത്തി, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്താണ്? യജമാനൻ കുഷ്ഠരോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ. ആ കുഷ്ഠത്തെ ആർക്കും സൗഖ്യമാക്കാൻ കഴിയില്ലല്ലോ. ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ആർക്കെങ്കിലും കുഷ്ഠരോഗം പിടിപെടുകയാണെങ്കിൽ അവരെ ജനസമൂഹത്തിൽ നിന്ന് മാറ്റുന്നത്, അവരെ പുറത്താക്കുന്നത്. അവർ പുറത്താക്കപ്പെട്ടവരെ ഏകാന്തതയിൽ ജീവിച്ച് രോഗം മൂർച്ഛിച്ച് മരിക്കാനിടയാകും. ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയും ഇതാകും. ഇവിടെ ഏകാഗിയായി ജീവിക്കുന്ന എൻ്റെ കാര്യവും അതുതന്നെ. യജമാനൻ പുറത്തു പോകുമ്പോൾ നല്ല യൂണിഫോം ധരിച്ചാണല്ലോ പോകുന്നത്. അതെ, അദ്ദേഹം സൈന്യത്തിൻ്റെ അധിപനാണ്. യൂണിഫോമിൽ പോകുന്നു. പുറത്തു പോകുമ്പോൾ വളരെ ധൈര്യവാനായിട്ട് ശക്തനായ മനുഷ്യനായിട്ടാണല്ലോ പോകുന്നത്. പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കരയുന്നത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, പ്രിയ സഹോദര സഹോദരി, ആ സൈന്യാധിപൻ പുറത്തു പോകുന്ന സമയത്ത് യൂണിഫോമൊക്കെ ധരിച്ച് വളരെ ശക്തനായിട്ട് ബലമുള്ളവനായിട്ട് കാണപ്പെടുന്നു. എന്നാൽ അയാളുടെ ഉള്ളിൽ മാനസികമായിട്ട് തളർന്ന്, ശാരീരികമായിട്ട് തളർന്ന്, മനസ്സിനുള്ളിൽ യാതൊരു ആശ്വാസവുമില്ലാതെ പോവുകയാണ്. പുറമേ സന്തോഷവാനായിട്ട് കാണപ്പെടുന്നുവെങ്കിലും, പുറമേ ആരോഗ്യവാനായിട്ട് കാണപ്പെടുന്നുവെങ്കിലും അയാളുടെ ഉള്ളിൽ ദിനംതോറും ബലഹീനപ്പെട്ടു പോവുകയാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? പുറമേ സന്തോഷവാനായി കാണപ്പെടുന്നു, പുറമേ വിശുദ്ധനായിട്ട് കാണപ്പെടുന്നു, എന്നാൽ ഉള്ളിൽ മാത്രം ദിനംതോറും ക്ഷീണിച്ചു പോകുന്നവർ, ബലഹീനപ്പെട്ടു പോകുന്നവർ, പാപത്തിൽ വീണു പോകുന്നവർ, അശുദ്ധി നിറഞ്ഞതായ ജീവിതത്തിൽ മുങ്ങി നിവരുന്ന ആളുകൾ നമ്മുടെ മധ്യയിൽ ആരെങ്കിലുമുണ്ടോ? എന്നാൽ കേൾക്കുക, ആ കാലത്ത് ആരാം സൈന്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന നയമാൻ അതേ അവസ്ഥയിൽ കൂടി പോവുകയാണ്. കുഷ്ഠരോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് അശുദ്ധമാക്കുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അവൻ കുഷ്ഠരോഗി, അവൻ അശുദ്ധൻ തന്നെ. അവൻ കുഷ്ഠരോഗി, അവൻ അശുദ്ധൻ തന്നെ. പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്ത് വിധിക്കേണം. അവന് തലയിൽ കുഷ്ഠരോഗം ഉണ്ട്. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. അവൻ തല മൂടാതിരിക്കണം. അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാർക്കേണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം.
മനുഷ്യരെ വിട്ടകന്നിരിക്കണം. ഒന്നാമതായി, കുഷ്ഠമെന്നത് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപം എത്ര ബലവാനെയാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനെയാണെങ്കിലും, എത്ര നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര അധികാരിയാണെങ്കിലും, എത്ര സമ്പത്തുള്ളവനെയാണെങ്കിലും, പാപം എന്തു ചെയ്യുന്നുവെന്നറിയാമോ? ആ വ്യക്തിയെ അശുദ്ധനാക്കി മാറ്റുന്നു. ഇയാൾ അധികാരിയാണ്, ആ രാജ്യത്തിലെ സെക്കൻഡ് പ്ലേസിൽ, രാജാവിൻ്റെ ശേഷം അയാളാണ് ഉന്നതാധികാരമുള്ള അടുത്ത വ്യക്തി. ഉന്നത അധികാരിയാണ്, തൻ്റെ കീഴിലൊരു സൈന്യം മുഴുവനുമുണ്ട്, സൈന്യാധിപനാണ്. എങ്കിലും തനിക്കൊരു രോഗം ബാധിച്ചിരിക്കുന്നു. എന്തു രോഗമാണ്? മാറാരോഗം, കുഷ്ഠരോഗം. അത് അശുദ്ധമാക്കുന്നതാണ്, അനാഥനാക്കുന്നതാണ്, എല്ലാവരിൽ നിന്നും അകറ്റുന്നതാണ്, അന്ത്യം കുറിക്കുന്നതാണ്. ഇതാണതിൻ്റെ ലക്ഷണം. ഒന്നാമത്, അത് അശുദ്ധമാക്കുന്നതാണ്. ഇന്ന് നിന്നെ അശുദ്ധമാക്കുന്നത് എന്താണ്? പാപം. പാപത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അത് നിന്നെ അശുദ്ധമാക്കുന്നു. നിന്റെ കണ്ണുകളെ അത് അശുദ്ധമാക്കുന്നു, നിന്റെ ചിന്തകളെ അത് അശുദ്ധമാക്കുന്നു, നിന്റെ വാക്കുകളെയും നിന്റെ സംസാരത്തെയും അത് അശുദ്ധമാക്കുന്നു, നിന്റെ ശരീരത്തെ അത് അശുദ്ധമാക്കുന്നു, നിന്റെ ആലോചനകളെ അത് അശുദ്ധമാക്കുന്നു, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ബന്ധത്തെ അത് അശുദ്ധമാക്കുന്നു, സഹോദരങ്ങൾ തമ്മിലുള്ള, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള നല്ല ബന്ധത്തെ അത് അശുദ്ധമാക്കുന്നു. യാതൊരു വകതിരിവും കൂടാതെ അശുദ്ധമായുള്ള ജീവിതത്തെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. കേൾക്കുന്നുണ്ടോ? പാപത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അശുദ്ധമാക്കുന്ന സ്വഭാവമാണ്. പുറമേ വിശുദ്ധനായി ജീവിക്കുന്നത് പോലെ ഭാവിക്കും, പുറമേ ആത്മീയതയുള്ള വ്യക്തിയായിട്ട് ജീവിക്കുന്നവനായിട്ട് ഭാവിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം നിന്റെ ജീവിതത്തെ അശുദ്ധമായ പ്രവൃത്തികൾ കൊണ്ട് നശിപ്പിക്കുകയാണ്, തകർക്കുകയാണ്. സഹോദര സഹോദരി, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലുമുണ്ടോ? ബൈബിളിൽ തന്നെ ഒരുവനെക്കുറിച്ച് കാണാൻ കഴിയും. ഒരാൾ ദൈവവേലയിൽ ഭാഗവാക്കാകുന്നു, സ്നാനപ്പെടുകയും ചെയ്തവനാണ്, സാക്ഷ്യം പറയുന്നവനായിരുന്നു, ദൈവവേലയിൽ ആക്റ്റീവായിട്ട് നിന്നവനാണ്. എന്നാൽ അയാളെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു. ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്നു. ഫിലിപ്പോസ് ദൈവദാസനാണ്, സുവിശേഷകനാണ്. അവനോടൊപ്പം ചേർന്നു എന്ന് പറയുമ്പോൾ അർത്ഥമെന്താണ്? ഫിലിപ്പോസ് എന്ന വലിയ സുവിശേഷകനോട് ചേർന്ന് നിന്നുകൊണ്ട്, സഹായിയായി നിന്നുകൊണ്ട്, ശുശ്രൂഷകളിൽ ഭാഗവാക്കായിക്കൊണ്ട്, സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സമൂഹത്തെയും വിശ്വസിപ്പിച്ചു. എന്താണ് വിശ്വസിപ്പിച്ചത്? ഞാൻ ആത്മീയനാണ്, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ സ്നാനവും സ്വീകരിച്ചവനാണ്, ഞാൻ സാക്ഷ്യം പറയുന്നു, ദൈവവേലയിൽ ഭാഗവാക്കാകുന്നു, കാൽവരി ടെമ്പിൾ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷത്തിൽ ഭാഗവാക്കായിക്കൊണ്ടേയിരിക്കുന്നു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. സതീഷ് കുമാർ പാസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡാണ്. ഇങ്ങനെ പറയുന്ന അനേകം ആളുകളുണ്ട്. പ്രിയ സഹോദര സഹോദരി, ശ്രദ്ധിച്ച് കേൾക്കണം. ഇയാൾ സ്നാനപ്പെട്ടു എന്ന് പറയുന്നു, വിശ്വസിച്ചു എന്ന് പറയുന്നു. പിന്നെന്താണ് പറയുന്നത്? ദൈവദാസനോട് ചേർന്ന് നടക്കുവാനിടയായി. ഒരു ദിവസം പത്രോസ് വന്നു. പത്രോസ് വന്നിട്ട് ഇയാളെ നോക്കിയപ്പോൾ ഇയാളുടെ ഹൃദയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 23-ാം വാക്യം. പത്രോസ് ഈ മന്ത്രവാദിയായ ശീമോനോട് പറയുകയാണ്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. നീ ബന്ധനത്തിൽപ്പെട്ടിരിക്കുകയാണ്. പുറമേ ആത്മീയനായിട്ട് കാണപ്പെടുന്നു, പുറമേ സാക്ഷ്യം പറയുകയും ദൈവവേലയിൽ ഭാഗവാക്കാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? ദൈവവേലയിൽ ഭാഗവാക്കായിക്കൊണ്ട്, സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, ആത്മീയനാണെന്ന് നടിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നവർ, എന്നിട്ട് അവരുടെ ഉള്ളിൽ അശുദ്ധമായ വിചാരങ്ങളിൽ, അശുദ്ധമായ പ്രവൃത്തികളിൽ, അശുദ്ധമായ പാപപ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവർ. ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. ഈ ശീമോൻ എന്ന മനുഷ്യൻ സുവിശേഷം കേട്ടു, ഫിലിപ്പോസ് പറഞ്ഞതായ വചനം ശ്രദ്ധിച്ചു, വിശ്വസിച്ചു എന്ന് പറഞ്ഞു, സ്നാനമേൽക്കാനിടയായി, ദൈവവേലയിൽ ഭാഗവാക്കാകാനിടയായി, സഹായിയായിട്ട് നിന്നു, എല്ലാവരോടും സാക്ഷ്യം പറയുന്നു. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയ്പും വളരെ ദുഷിച്ചതുമായ പാപം കൊണ്ട്, ദോഷപ്രവൃത്തികൾ കൊണ്ട്, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് താൻ ബന്ധിക്കപ്പെട്ടിരുന്നു. എപ്പോഴാണ് പുറത്തറിഞ്ഞത്? ഉടനെ പുറത്തറിഞ്ഞില്ല. പ്രിയ സഹോദര സഹോദരി, നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ, നീ ജീവിക്കുന്ന അശുദ്ധി നിറഞ്ഞ ജീവിതം, നിന്റെ കാപട്യങ്ങളൊക്കെ പെട്ടെന്ന് പുറത്തറിയില്ലായിരിക്കാം. എന്നാൽ അത് പുറത്തറിയുന്നതായ ഒരു സമയമുണ്ട്. അത് പുറത്തറിയപ്പെടുന്ന നാൾ
നിന്നോട് ക്ഷമിക്കാൻ കഴിയുന്നവർ ആരും കാണില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കർത്താവേ, എല്ലാ മക്കളോടും നീ വളരെ വ്യക്തമായി നിന്റെ സന്ദേശം പങ്കുവച്ചുവല്ലോ. കർത്താവ് നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കുള്ള പ്രശ്നം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, മനസ്സിനെ സംബന്ധിച്ചുള്ളതാണ്. മനസ്സിൽ മാറ്റമുണ്ടാകാതെ, മനസ്സ് വിശുദ്ധീകരിക്കപ്പെടാതെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവിവേകമാണ്. അതുകൊണ്ട് ഏറ്റുപറയുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിയെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ. ദൈവമേ, ഹിമത്തേക്കാൾ വെളുപ്പുള്ളതാക്കി ഞങ്ങളുടെ ഹൃദയത്തെ, പ്രാണാത്മ ശരീരത്തെ യേശുവേ നീ കഴുകിയെടുക്കണമേ. പുറമേ എത്ര നല്ലവരായിട്ട് ആത്മീയതയുള്ളവരായിട്ട് കാണപ്പെടുന്നുവെങ്കിലും ദൈവമേ, നിന്റെ ദൃഷ്ടിയിൽ ഇപ്പോഴും കുറ്റക്കാരായിട്ട് തന്നെ ജീവിക്കുന്നു. യേശുവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സകല അശുദ്ധിയിൽ നിന്നും നീ ഞങ്ങളെ വിടുവിക്കണമേ. ലോകപ്രകാരമുള്ള ജീവിത രീതിയിൽ നിന്നും അകറ്റണമേ. നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം നൽകണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവേ, ഞങ്ങളോടെല്ലാം നീ പൊറുക്കണമേ. നിന്നെ ദുഃഖിപ്പിക്കുന്ന ജീവിതത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എല്ലായ്പ്പോഴും നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പാദം മുതൽ ശിരസ്സുവരെയും നിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും നീ കഴുകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.